എന്താ പ്രശ്നം? ഈ ചെറ്റ എവിടെ കയറി വന്ന ഒരുമാതിരി ആളാവാ നോക്ക്. ഓ അത് ശരി, അത്രയ്ക്കായോ? നിങ്ങൾ 3 പേരും കൂടെ മെനക്കെട്ടാ ഇവൻ ചത്തു. നിനക്ക് എന്താ ഇവിടെ കാര്യം? നിന്റെ ഏതെങ്കിലും വകയിലുള്ള സന്തതികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? അല്ല, അതല്ലല്ലോ അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. വാ. അപ്പൊ അങ്ങനാണ്. തഞ്ചത്തിൽ ചന്ദ്രനെ താറടിച്ച് കാണിക്കാൻ നിന്റെ അപ്പൻ ബ്ലേഡ് വർക്കി പറഞ്ഞു വിട്ടതായിരിക്കും. ദാ കണ്ടില്ലേ, ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുത്തതിന്റെ കണക്ക് കാലങ്ങളായി ബാക്കി നിൽക്കുക ചന്ദ്രന്റെ നിഘണ്ടുവില്. അതിനിടയ്ക്ക് ഇതുപോലുള്ള സർക്കസ് ഒന്നും വേണ്ട. ഇത് ചന്ദ്രന്റെ മണ്ണ, അക്കരെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഈ മണ്ണിൽ കാലുകുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ചെല്ലേ, ചെല്ല് ചാക്കോച്ച. മക്കൾക്കാർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ വന്ന. പൊയ്ക്കോ. കേട്ടല്ലോ, എല്ലാവരും പോയിക്കോളൂ. ഒന്നും പഠിക്കാനില്ല, പോയിക്കോളൂ. അളിയനോട് പോയി. അത് ശരി, അപ്പൊ അതാണ് കാര്യം. ഹൈ ബിപിയും അണീബിയും ഒരുമിച്ച് ആക്രമിച്ചൊരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകിപ്പോയത് അല്ലേ? ഒരു കൊച്ചു തിരുമറി, ഒരു ഗോഡൌൺ തിരുമറി. ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്ന് തൂറി മറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സുലൈമാന്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു എന്നറിഞ്ഞപ്പോ ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് നിനക്ക് ചന്ദ്രനളിയന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വയറിളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ഇരിക്കട്ടെ. എന്താ വേണ്ടേ? പെങ്ങളെ കെട്ടിയവനെ വെറും ഒരു അളിയനായി കാണുന്നവനല്ല ചന്ദ്രേട്ടൻ. ആ മനസ്സ് എനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചാണല്ലോ. ഇനി ഞാൻ അത് എടുത്തോട്ടെ. നേർച്ച വരിച്ചത് കഴിച്ചു. നീ വന്നത് വേരന്വേഷിച്ചല്ലേ? ആ ചന്തിയോറിയുന്ന പേര്. എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ഞാൻ വേറിട്ട് നിൽക്കുക. ആ വേര് തിരിച്ചു പിടിക്കാൻ നീ എന്നെ സഹായിക്കും. ഇപ്പൊ ഈ വീറൊന്ന് അകത്താക്കാൻ അളിയൻ എന്നെ സഹായിക്കോ? ഒരു സുലൈമാനുമില്ല. വേര് ഫോർ ഈച്ചതാ സുലൈമാനെ. നീ പറഞ്ഞ അവൻ കേക്കും. ചന്ദ്രേട്ടന്റെ ചെവിക്ക് കുഴപ്പമില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും. പക്ഷെ വിഷയം തിരിമറിയായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ BP കൂട്ടി വീണ്ടും വീണ്ടും ഹണിബി അടുപ്പിക്കാതടാ. കാര്യം അവനാണ് തീറ്റിപ്പോറ്റുന്നതെങ്കിലും 3 പെമ്പിള്ളേരുടെ അച്ഛനാടാ ഞാൻ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും വനാത്തൊടി മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട് അളിയൻ വൃത്തിയായിട്ട് പണി കാണിച്ചത്? മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിട്ടോ? സ്കൂളിന്റെ മേലധികാരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നന്നാക്കാനല്ല, നശിപ്പിക്കാനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ചേച്ചി അവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടിരിക്കുമ്പോ ഇതുപോലെ ഒരു നാറിയ പണി അളിയൻ കാണിച്ചത് അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റും? ഇതൊക്കെ പിന്നെയും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? അവൾ അറിഞ്ഞിട്ടാണ് അവൻ ഈ തോന്നിയാസം ചെയ്തത്. അറിയണോ അമ്മേ? അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴേ അറിയൂ. ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു അറിഞ്ഞപ്പോ എന്തായിരുന്നു അളിയന്റെ വെപ്രാളം? ഇപ്പോഴല്ലേ മനസ്സിലായത് കള്ളത്തരം. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയില് പൂഴി വാരിട്ടിട്ടാണോ സമ്പാദിക്കുന്നത്? ഏട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മുക്കാലി കെട്ടിട്ട് തല്ലിയേനെ. ഗണേശ മതി പറഞ്ഞത്. അതാ കുഴപ്പം. ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത്. ദാ വരുന്നുണ്ട് അരിക്കള്ളൻ അളിയൻ. മാപ്പാക്കണം. ഒരു തവണ, ഒരേ ഒരു തവണ മാപ്പാക്കണം. എവിടെ? ഇങ്ങോട്ടാ. ചന്ദ്രേട്ടാ, 8-10 അബദ്ധങ്ങൾ ഏത് മന്ദബുദ്ധിക്കും സംഭവിക്കുന്നു ചന്ദ്രേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതിലൊരു 10ാമത്തെ അബദ്ധമായിട്ട് ഈ അളി വേണ്ടല്ലേ? ഞാൻ പറയില്ലെന്ന് പറഞ്ഞതാ. പ്ലീസ് അലിയ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. വേണം ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്താ ഇത്? വേണ്ട. അവനവന്റെ നിലയും വിലയും മറന്ന് അരുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലായി പോവും ജീവിതം. ചന്ദ്രൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് മനസ്സിൽ. അതിനൊക്കെ വേണ്ടിട്ട് തന്നെ അക്കരെ പോയി കഷ്ടപ്പെടുന്നതും. മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കുക. ഈ നിൽക്കുന്ന മല്ലികയെ അളിയനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ ആ LP സ്കൂളിന്റെ പ്രമാണം ബ്ലേഡ് വർക്കിക്ക് പണയപ്പെടുത്തിയത്. അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഗതികെട്ടപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി അച്ഛൻ ജീവനൊടുക്കി. അതോടെ അച്ഛനും പോയി, സ്കൂളും പോയി. അങ്ങനെയുള്ള ഒരു അച്ഛന്റെ പേരിൽ തുടങ്ങിയ സ്കൂളാ അത്. അതിനെന്ത് മാനക്കേടുണ്ടായാലും കളങ്കപ്പെടുന്നത് മരിച്ചുപോയ അച്ഛന്റെ സൽപ്പേര. അളിയനെ ഞാൻ കാണുന്നത് ഏട്ടന്റെ സ്ഥാനത്താ, ഈ കുടുംബത്തിലെ വലിയേട്ടൻ. അങ്ങനെയുള്ള ഒരു ഏട്ടന്റെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള മാനക്കേടുണ്ടായാൽ അത് സങ്കടം ഉണ്ടാക്കും. ചന്ദ്ര, ഞാൻ കാരണം നീ സങ്കടപ്പെട്ട പിന്നെ ഈ അളിയൻ വട്ടപ്പൂജ്യ. ആരെയും മാനം കെടുത്താനോ കളങ്കപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല.
ഒരു നിമിഷം ഞാൻ നീയായിപ്പോയി. ആ റേഷൻ കടക്കാരൻ വേലായുധൻ അരി മറിച്ച് വിൽക്കുന്ന കാര്യം ആരോ ഒറ്റിക്കൊടുത്തപ്പോ ഇൻസ്പെക്ഷൻ ആള് വന്നു. പെട്ടെന്ന് സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായപ്പോ അവൻ എൻ്റെ അടുത്ത് ഓടി വന്ന് ഈ കാര്യം പറഞ്ഞു. ഇല്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും മാധവേട്ടാന്ന് പറഞ്ഞു. എന്നെപ്പോലെ തന്നെ 3-4 പെമ്മക്കളുള്ളവനാ. അവൻ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മുടെ ഗോഡൌണിൽ നിന്ന് 1 ലോഡ് അരി എടുത്തു കൊടുത്തു. ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാ പോയത്. പക്ഷെ പെട്ടെന്ന് നീ വന്നപ്പോ ആ ഒരു വെപ്രാളത്തിൽ അവൻ തിരിച്ചു തന്ന അരി ഓൾഡ് സ്റ്റോക്കായി പോയി. അതാ ഉണ്ടായത്. ആരായാലും കൺമുമ്പിൽ വന്ന് കരഞ്ഞു കൈനീട്ടിയ അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുതെന്ന് നീ തന്നെയല്ലേ പറയാറ്? അല്ലാതെ അരി മറിച്ചു വിറ്റ് ജീവിക്കാൻ എനിക്കെന്ത് ഗതികേടാ ഉള്ളത്? ഞാൻ പുരമനയിൽ ചന്ദ്രന്റെ അളിയനാടാ. എന്നാ പിന്നെ ഈ കാര്യം അളിയൻ ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? വെറുതെ എല്ലാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അല്ല, അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി. സോറി അലി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അരി ആയാലും ആനയായാലും നോ തിരിമറി. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഒരു ഉഷാറാകും. എനിക്ക് തുടങ്ങിയ 2 കൂടി തല്ലൂടാൻ. നീ കരയാതെ. അപ്പോ അത് അവക്കാൻ കൊടുത്തേക്ക്. നിനക്ക് ഇതുപോലെ ഒരെണ്ണം വലിച്ചു വാങ്ങിച്ചു തന്നിട്ടില്ലേ? അതിന്റെ തലമുടി നീലയാ, ഇത് പച്ചയാ. അപ്പോ അവിടെ എന്താ ഇത്? അപ്പോ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ മോള് കരയുന്നത്? കരയണ്ട 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 കരയണ്ട. വേണ്ട 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 വേണ്ട, ഞാൻ സോൾവ് ചെയ്തോളാം. ഇതാണ് കുറ്റിച്ചിറ ജംഗ്ഷൻ. അനിയാ, ഞങ്ങൾ കുറ്റിച്ചിറ ജംഗ്ഷൻ അന്വേഷിച്ച് വന്നതല്ല, വേറെ അന്വേഷിച്ച് വന്നതാ. വേരാ? ആ ബാപ്പ കാശ് കൊടുക്ക്. ചില്ലറയിൽ 1000ന്റെ നോട്ടാ. ഇതിപ്പോ എന്റെ വാപ്പാൻ അന്വേഷിച്ച് വന്നാ നിന്റെ വാപ്പാൻ അന്വേഷിച്ചു കൊടുത്തോ? എന്തൊരു മാറ്റാ. ആദ്യം ആ കടയിലൊന്ന് ചോദിക്കാം. ഇവിടെ ആരും ഇല്ലേ? കടക്കാരാ? കടക്കാരനോ? ഞാനേ ഇന്ന് വരെ ഒരാൾക്ക് 5 ഉറുപ്പ് കൊടുക്കാനില്ല. എല്ലാരും എനിക്ക് ഇങ്ങോട്ട് തരാനാ. അല്ല, ഇന്നെ കടക്കാരൊക്കെ വന്നിക്ക. നിങ്ങൾ കാര്യം പരികോയേ. ഒരു നാടൻ നാറി, സോറി, 2 നടന്നീണ്ട് സർബത്ത്. അങ്ങനെ പറയേ. അല്ലളിയാ, നമ്മളിവിടെ സർബത്ത് കുടിക്കാൻ വന്നതാ. ഇവിടെ ഒരു അന്തരീക്ഷം ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരെ അന്വേഷണം. അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അന്വേഷിക്കാൻ ഇതെന്താ CBI ഡയറക്ടർ കുറിപ്പാ? അപ്പോഴേ ഈ കോയുടെ കറക്റ്റ് ഉത്തരം കിട്ടൂ. അതിനാണ് ഈ സർബത്ത്. അല്ലാതെ കുടിക്കാനല്ലേ? പോയി ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ഐസ് വന്നിട്ടില്ലല്ലോ. വേണ്ട, എന്റെ പേര് സുലൈമാൻ. എന്റെ പേര് അദ്ദൈമാൻ. അല്ലല്ലല്ല. പിന്നെ എന്റെ ഉമ്മയും ബാപ്പ എനിക്കിട്ട പേരാ കേട്ടാ. നിങ്ങൾ 2 പാടെ എന്റെ പേര് മാറ്റി ഓട്ടോറിച്ച് എടുത്ത് പോന്നിക്ക. കാര്യം പറയുകോയേ. അതായത് ഏതായത്? അല്ലനിയ അനിയനോ ഞാനോ? എന്റെ കുടുംബത്തിലെ മൂത്താൻകുട്ടി ഞാനാ. എനിക്ക് 4 ആൺകുട്ടികൾ വേറെയുണ്ട്. കാര്യം പറയുകോയേ. വെറുതെ അല്ല ഇയാളുടെ കടയിൽ ആള് കയറാത്തത്. ഇവിടെ ഒരു മൊയ്തീനാജി ഉണ്ടല്ലോ. ഇവിടെ ഒരു മൊയ്തീനാജി അല്ല, 8 മൊയ്തീനാജിമാരുണ്ട്. 8? ഇതെന്താ മൊയ്തീനാജിമാരുടെ സൂപ്പർ മാർക്കറ്റ്? അല്ല, അപ്പൊ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് എടുത്ത് മൊയ്തീനാജി അതല്ല. അങ്ങനെ പറയും. മൊബൈൽ പോയിന്റ് പള്ളി പോയില്ലേ? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ സുലൈമാന്റെ വാപ്പ മൊയ്തീനാജി. കറക്റ്റ്. ആ. ഇയാളുടെ ഒരു മോൻ മുമ്പ് നാടിട്ടു. അതെ. ഓന്റെ പേര് സുലൈമാൻ. ആണാ? ആണല്ലാത്തോടത്തിന് ആരെങ്കിലും സുലൈമാന്റെ പേര് പിന്നെ ഓൻ 5-6 കൊല്ലായി തിരിച്ചു വന്നിട്ട് ഇപ്പൊ കുടുംബമായി സുഖമായി ജീവിക്കാം. എന്തേ ഓനെ വിളിപ്പിക്കണോ? വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് തിരിച്ചു വരാത്ത സുലൈമാന്റെ ബാപ്പാനെ. അയ്യോ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ഒരു വാസ്തവം ഞാൻ പറയട്ടെ. 8 മൊയ്തീൻ ഹാജിമാരിൽ 3 ആൾക്കും സുലൈമാൻ പേരുള്ള മക്കളുണ്ട്. ആ 3 പേരും ഇവിടുന്ന് നാട് വിട്ടുപോയതാ. അതിലൊരുത്തന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ 2ാമത്തെ ഇക്കഴിഞ്ഞ വലിയ നാക്കിന് തിരിച്ചു വന്നു. ഓനും കുടുംബമായി ജീവിക്കാം. പിന്നെ 3ാമത്തെ മതി. മതി. അപ്പൊ 3ാമത്തവെന്ന് പറഞ്ഞവന്റെ വാപ്പ തന്നെ നിന്റെ വാപ്പ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് വേറോ അടുത്ത് വരുന്നുണ്ട്. അതെ, ആ 3ാമത്തവന്റെ വാപ്പയുടെ വീടെന്ന് പറഞ്ഞുതരും. അല്ല, നിങ്ങൾക്ക് വേണ്ടത് വീടോ അത് ആളെയോ? ആളെ. അതിനെന്തിനാ വീട്ടിൽ പോകുന്നു? മൂപ്പരെല്ലാം നിക്കണ. നമ്മളപ്പം തന്നെ ഓനെ എടുത്ത് ആശുപത്രിയിലാക്കി. പടച്ചോന്റെ കൃപ കൊണ്ട് മയ്യത്തായില്ല. പടച്ചോന്റെ അല്ല, ആചാര്യ കൃപ കൊണ്ട്. കറക്റ്റ്, അത് നിന്റെ വാപ്പ തന്നെ. കണ്ടില്ല ചന്തി ചോറിയുന്നത്? നീ എന്തിനാ കരയുന്നത്? കരഞ്ഞതല്ല, കണ്ണി കരട് പോയതാ. വാ വിളിച്ചിരിക്കാതെ അങ്ങനെ ചെല്ലടാ. അത് കലക്കി ഹാജിയാരെ. വാപ്പയാ? ആരിക്കട വാപ്പ? എന്റെ ബാപ്പ. ഇത് ഞാനാണ് ബാപ്പ. ബാപ്പാന്റെ മോൻ സുലൈമാൻ. പണ്ട് നാട് വിട്ടുപോയ സുലൈമാൻ. നാട് വിട്ടുപോയി സുലൈമാനോ?
എന്റെ മോൻ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാടാവും വന്നത്. അതിനിടയ്ക്ക് വേറൊരു സുലൈമാന അന്നെ കണ്ടിട്ട് തന്നെ മോത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാക്കി മാറേ. അങ്ങാടി തെണ്ടിട്ടാണടാ വാപ്പാഞ്ഞി ഉണ്ടാക്കുന്നത്. അളിയനാ ആദ്യം അനക്ക ഞാൻ വാപ്പയാണ്, ഇപ്പൊ അളിയനാ. അന്റെ ഏത് പെങ്ങളെയാടാ നമ്മൾ കെട്ടിയാക്കി മാറേ. ഈ കൊട നിന്റെ പള്ളക്ക് അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ല, അടുത്ത വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങോട്ട് ഊരിയെടുക്കുന്നു.